എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. മേരി ഗോൾഡ് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ, ഏറ്റവും താഴത്തെ ലെയറിലേക്ക് ഉള്ളതാണ് ഞാനിവിടെ ആദ്യം കാണിക്കുന്നത്. ഞാനിവിടെ ഒരു 20 മേരി ഗോൾഡ് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ബിസ്ക്കറ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു കവറിൽ ആക്കിയിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് നന്നായിട്ട് പൗഡർ പോലെയൊന്നും ആവണ്ട. അപ്പോൾ ഇതേപോലെ കവറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒരുപാടൊന്നും പൊടിഞ്ഞു പോകണ്ട. ബിസ്ക്കറ്റ് എല്ലാം ഇപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 50 ഗ്രാം ബട്ടർ ഉരുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ലെയറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഇതൊന്ന് പരത്തി കൊടുക്കുക. വെറുതെ പരത്തി കൊടുത്താൽ പോരാ, എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് അമർത്തിയിട്ട് ഇതൊന്ന് ടൈറ്റ് ആക്കണം. അതിനകത്ത് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം. അടിയിൽ എല്ലാം ഒരേപോലെ ലെവലിലാക്കിയിട്ട് അമർത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ വേണം ചോക്ലേറ്റ് ലെയർ വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഇതേപോലെ അങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിരിക്കാം. നമുക്ക് സെക്കൻഡ് ലെയറായ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം അതിൻ്റെ ഇടയിൽ. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയറായ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ കോഴിമുട്ട ഇതെല്ലാം കൂടിയിട്ട് ഒരു ക്രീം പരുവത്തിലായി കിട്ടണം. അതൊരു നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കതിലോട്ട് ഒരു 1/4 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. സോറി, 1/2 കപ്പല്ല, 1/4 കപ്പാണ് കേട്ടോ.
ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് തന്നെ ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് തട്ടിക്കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് കൂട്ടിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഞാനിവിടെ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഏകദേശം ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്കിത് ഇഡലി പാത്രത്തിലും ബേക്ക് ചെയ്യാവുന്നതാണ്. അല്ലെച്ചെങ്കിൽ നമ്മൾ പഴയ അപ്പച്ചട്ടിയോ ദോശച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പഴയ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത്, അതിൽ ഉപ്പ് നിറച്ചിട്ട് അതിന് മുകളിൽ ഇതേ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിലോട്ട് ബേക്കിംഗ് ട്രേ വെച്ചിട്ട് നമുക്ക് ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ. അപ്പം ഞാനിത് ഓവനിലോട്ട് വെക്കുകയാണ് ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റോളം, 30 മുതൽ 35 മിനിറ്റോളം. കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷെ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ചെറിയതാണ് എടുത്തേക്കുന്നത്, 250 ml. ഇതേപോലെ ഒരു പാക്കറ്റ് ആദ്യം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അതിൽ വെച്ചെങ്കിൽ അടി കരിഞ്ഞു പോവും. അടി കരിഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ക്രീം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചേക്കുന്ന ഫ്രഷ് ക്രീം ചേർത്ത് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടില്ല. ഇതാവുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ മിനുസം കിട്ടില്ല. നല്ല ഒരു ഗ്ലേസിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷയുടെ നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഗനാഷ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെയാണ് കേക്ക് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഇത് ഒഴിക്കുമ്പോൾ ബാക്കി വരുന്നതൊക്കെ ഈ പ്ലേറ്റിൽ സ്റ്റോർ ആവും. അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. അപ്പം നമ്മൾ ഗണേശ് മുഴുവൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ എവിടെയെങ്കിലും പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് പിടിക്കാത്ത ഭാഗത്തൊക്കെ ഇതിങ്ങനെ പോയിട്ട് ഫില്ലായിക്കോളും.
അപ്പം നമ്മളിത് ഫുള്ളായിട്ട് ഗണേശ ദമ്മിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ ഈ പ്ലേറ്റിൽ തന്നെ സ്റ്റോർ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് മാരിഗോൾഡ് ബിസ്ക്കറ്റ് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.